ഗൈസ്, എന്താണ് നിങ്ങൾക്ക് ഞാൻ എന്റെ മനസ്സ് നിറഞ്ഞ് ഒരു വിഷു കൈനീട്ടം നൽകിയിട്ടുണ്ടായി. ഒരു ക്രാഫ്റ്റ് വീഡിയോ നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാ, അത്രേ പറയാനുള്ളൂ. ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ബിസിനസ് ആക്കാം. നിങ്ങൾക്ക് ഇതിലൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റൂടാ. ഈ ഒരു അമ്മ എന്റെ ക്യാമറ നോക്കി ചിരിക്കുന്നുണ്ടെന്ന് എനിക്ക് പിന്നീടാ മനസ്സിലായത്. എനിക്ക് പോലും എന്റെ മുഖം കാണാൻ പറ്റില്ല കണ്ണിട്ട് വെയിലടിച്ചിട്ട്. അതുകൊണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കില്ല, എന്റെ കൂടെ ഇവനും കൂടി ഉണ്ട്. ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കോളേജിലെ സുഹൃത്താണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല. ഇവൻ മലയാള പണ്ഡിതനും ഞാൻ അതുപോലെ പൊളിറ്റിക്സ് പണ്ഡിതയുമാണ്. ഞങ്ങൾ തമ്മിൽ ഡിപ്പാർട്ട്മെന്റ് ബന്ധമില്ല, പക്ഷെ നമ്മൾ തമ്മിൽ നല്ല കമ്പനിയാണ്. ഇവൻ അതുപോലെ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല. ഇവൻ സ്വന്തമായിട്ട് ഇൻവെർട്ടർ കൊണ്ട് കിടക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇവനിപ്പൊ തട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ഇവനൊരു ഷേക്കും അതുപോലെ തന്നെ ഒരു കട്ട്ലേറ്റും വാങ്ങിച്ചോണ്ട് പോയാൽ മതി. ഇവനെ തട്ടിക്കൊണ്ടു പോകാൻ പറ്റും. ഇത്രയൊക്കെ മതിയിലാണ് നിന്നെ പുകഴ്ത്തിയത്. സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നെ കൊണ്ട് ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ. ഞങ്ങൾ അങ്ങനെ ബ്രോഡ്വേയിലാണ് പോയത്. ബ്രോഡ്വേയിൽ എല്ലാ കടകളും കയറി ഇറങ്ങി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇത്രയും തിരക്കിന്റെ ഇടയിൽ പോലും നമ്മൾ എത്തേണ്ട കടയിൽ നമ്മൾ എത്തി. ആർട്ട് സ്റ്റാർ എന്ന് പറയുന്ന കടയിലാണ് നമ്മൾ എത്തേണ്ടത്. അവിടെ നമ്മൾ എത്തിച്ചേർന്നപ്പോ ആന്റി ഇതേ പോസൊക്കെ ഇട്ടേക്കണാണ്, തിടമ്പൊക്കെ പിടിച്ച് കൊച്ചു കള്ളി പറഞ്ഞ പോലെ ചെയ്യും. ഈ ആന്റിമാരെല്ലാവരും സാധനങ്ങൾ ചടപടേ നമുക്ക് എടുത്തൊക്കെ തന്നു. അങ്ങനെ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് ബസ്സിൽ കയറാൻ നേരത്തെ ഇതേ നോക്കടാ, അവിടെ എന്റെ ഒരു +2 പഠിച്ച ഒരു ഫ്രണ്ട്. ഇവന്റെ പേര് മായക്കണ്ണൻ. അപ്പൊ നിങ്ങൾക്ക് കാർട്ടൂണിലെ മായക്കണ്ണൻ അതല്ല, ഇവൻ എന്റെ കൂട്ടുകാരനാണ്. ഇവൻ എന്റെ കൂടെ +2 പഠിച്ച എന്റെ കട്ട ചങ്ങായിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം ടിക്കറ്റ് എടുക്കാണ്ട് വീട്ടിലെത്തി ക്രാഫ്റ്റ് ചെയ്തു. നിങ്ങളുടെ വീഡിയോ കണ്ടു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.